ഹായ്, വെൽക്കം ടു ദ റെസിപ്പീസ് ഓഫ് അഞ്ജലി. ഇന്ന് നമ്മൾ തമിഴ്നാട് ക്ഷേത്രത്തിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് സാദം ഇല്ലേ, അത് നമുക്കൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുക്കറിൽ നമുക്ക് ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ പൊന്നി റൈസാണ് കേട്ടോ. ഞാൻ ഒരു കപ്പിന് റൈസിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 3 വിസിലെടുത്തിട്ടാണ് വേവിച്ചത്. അതിന് നമുക്കത് ഒരു മിക്സി ജാറിലിട്ടിട്ട് അതിനകത്ത് തൈര് ഒഴിക്കാം. ഈ തൈര് പിന്നെ കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പ്. ഈ തൈര് പുളിപ്പില്ലാത്തത് വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിലിട്ടിട്ട് കുറച്ച് കടുകിടാം. കടുക് അത്യാവശ്യം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുനുകുന അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അത്യാവശ്യം ഒന്ന് മൊരിയണം കേട്ടോ, അപ്പോഴേ നമുക്ക് ആ സ്മെല്ല് തൈര് സാദത്തിലേക്ക് കിട്ടുള്ളൂ. അപ്പം ഇത് അത്യാവശ്യം മൊരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ അരച്ച് വെച്ച ചോറ്, നമ്മൾ തൈരും ഉപ്പും കൂടിയൊക്കെ വെള്ളവും ഒക്കെ ഒഴിച്ച് വെച്ച ആ തൈര് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ തൈര് സാദം റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.